ഹായ് ഹലോ വെൽക്കം ബാക്ക്. കുറേ ആയില്ലേ ഓണം എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. ഇന്നാണ് എനിക്കൊന്ന് ടൈം കിട്ടി ഓണം എക്സാമിന് റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ. എനിക്ക് മാർക്ക് കുറവ് തന്നെയാണ് കേട്ടോ. കമ്പാരബിളി എനിക്ക് മാർക്ക് കുറവാണ്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇന്ത്യയിൽ 100% കൊടുത്തെന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ പഠിച്ച പാഠത്തിൽ എനിക്ക് മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ മാർക്ക് കിട്ടിയെന്ന് കേട്ടോ. നമുക്ക് നോക്കാം. ഫിസിക്സ് എനിക്ക് 45 ഔട്ട് ഓഫ് 16 ആട്ടോ കിട്ടിയത്. എന്താ വെച്ചാൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 4ാമത്തെ ചാപ്റ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ 3rd ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. കാരണം അത് എനിക്ക് പഠിച്ച് തീരില്ല എന്ന് തോന്നി ഞാനത് റിവൈസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് നമ്മളെ മാത്സ് ആണ്. മാത്സ് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമിനു. അപ്പോൾ എനിക്ക് 60ൽ 39 കിട്ടിയപ്പോൾ തന്നെ ഹാപ്പിയാണ്. പക്ഷേ ഇത് പോരാന്നറിയാം. പക്ഷേ ഇനി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യൽസ് പോയിരുന്നു എക്സാമിന്. അടുത്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി 46 ഔട്ട് ഓഫ് 16 ആണ് കേട്ടോ. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ബട്ട് ഓക്കെ ആണ്. കാരണം സ്കൂളിൽ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം സാറ് പറഞ്ഞിരുന്നു അതിന് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുറച്ച് മാർക്ക് പോയി. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു. ഇനി നമുക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. അടുത്ത നമ്മളെ ബോട്ടണി. എനിക്ക് ബയോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ് കേട്ടോ. കാരണം ഞാൻ ബയോ സയൻസ് ചൂസ് ചെയ്യാൻ കാരണം ബയോളജി എനിക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ട് ബോട്ടണി എനിക്ക് 30 ഔട്ട് ഓഫ് 13 തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഐ ആം വെരി ഹാപ്പി. അതേപോലെ തന്നെ നമ്മളെ സുവോളജിയിലും എനിക്ക് കിട്ടിയിട്ടുള്ളത് 30 ഔട്ട് ഓഫ് 13 ആണ് കേട്ടോ. കാരണം 29 ഹാഫാണ്. അത് സാറ് ഹാഫ് ജസ്റ്റ് ഓഫ് ചെറിയൊരു പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ മാർക്ക് വെച്ചാൽ കുഴപ്പമില്ല. 30 ഔട്ട് ഓഫ് 13 പറ്റും. അതിൽ 59.5/16 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ. പിന്നെ അറബിക്കിൽ എനിക്ക് 74 ആണ്. 60ൽ 74 മാർക്കാണ് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ ഓരോ അടുത്ത് പറയാം. അറബി എനിക്ക് മാർക്ക് പോയതെന്നാൽ ഞാൻ എൻ്റെ എസ്സേയിൽ എനിക്ക് ഓരോ മാർക്ക് വെച്ചിട്ടും പിന്നെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ മാറിപ്പോയി. അങ്ങനെ കേട്ടോ എനിക്ക് മാർക്ക് പോയത്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ബോട്ടണി തന്നെ കേട്ടോ. ബോട്ടണി എനിക്ക് ഫുൾ മാർക്ക് അല്ല, സുവോളജി ആട്ടോ. സുവോളജി കണ്ട ഒരു മാർക്ക് പോയിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ബോട്ടണി എനിക്ക് 1 മാർക്ക് പോയിട്ടില്ല, ഫുൾ മാർക്ക് ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ എക്സ്ട്രാ ചെയ്തത് ജസ്റ്റ് ഓഫ് ഒന്ന് വരട്ട് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ പ്രശ്നം. പിന്നെ അടുത്തത് എടുത്തിട്ടുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രീൻ്റെ പ്രോബ്ലംസ് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് എത്ര മാർക്ക് പറയാൻ പ്രോബ്ലംസിൽ ഇക്വേഷൻസ് കുറച്ച് ലാസ്റ്റത്തെ മാർക്ക് വന്നപ്പോൾ ചെറുതായിട്ട് വ്യത്യാസം വന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് മാത്സ് ആണ്. മാത്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പോയിട്ട് എനിക്ക് എഴുതി മറ്റേനൊക്കെ മാർക്കുണ്ട്. ഡിഫറൻഷ്യബിലിറ്റി മാർക്ക് പോയി. അപ്പം ഭയങ്കര കുഴപ്പമില്ല. പക്ഷേ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഒന്നും നോക്കിയിട്ടില്ല. ഇനി ജസ്റ്റ് ഓഫ് ഒരു വീഡിയോ ക്ലാസ് കണ്ട് പോയതിനു. പിന്നെ ഫിസിക്സ് എനിക്ക് ഫസ്റ്റ് 34 ഔട്ട് ഓഫ് 16 ഇട്ടിട്ട് പിന്നെ 45 ആക്കിയത്. കാരണം കുറച്ച് മാർക്കും കൂടി കൂട്ടാനുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയുന്നു. ബൈ.